ഹലോ. ഹലോ, ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാണ്. വിവാഹം കഴിഞ്ഞോ? കഴിഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ എവിടുന്ന ആരാണ്? എന്റെ പേര് ദിവ്യ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിക്കുന്നതാണ് മാഡം. കുട്ടിക്ക് എത്ര വയസ്സ് തന്നെയാണ്? അത് ശരി. ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത്. തൃശ്ശൂരാണ്. 14 ജില്ലയെന്നുള്ളവരും ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മള് ഈ ഡീറ്റെയിൽസ് കാണുമ്പോൾ അവരോട് വിളിച്ച് ചോദിച്ചിട്ട് എന്താണ് ഇപ്പൊ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്, അതിനനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂ. അതും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാങ്ങിയിട്ടേ കൊടുക്കുള്ളൂ. ശരി. തൃശ്ശൂർ ടൗണിൽ തന്നെയാണോ? അല്ലല്ല, നമുക്ക് മണ്ണുത്തിയിലാണ്. മണ്ണുത്തിയിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിളിച്ചു ചോദിച്ച് അവരതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഡിമാൻഡൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കും. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്താ വെച്ചാല് ഞാൻ എന്റെ മകൾക്ക് ഇപ്പൊ 40 വയസ്സായി. ഓക്കെ. അവള് ഒരു മാരേജ് കഴിഞ്ഞതായിരുന്നു. 1 മാസം നിന്നിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഡൈവോഴ്സ് ആയി. ഇപ്പൊ പഞ്ചായത്തിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു. മോളാണ്. 3 പെൺകുട്ടികളുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ്. അതിൽ ചെറിയ മോളാണിത്. പിന്നെ ഞങ്ങള് അച്ഛൻ ഇപ്പൊ മരിച്ചു. ഞങ്ങള് വീട്ടിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ആളൊക്കെ ഉണ്ടെങ്കിൽ വന്നു പോവാനൊക്കെ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അവരെയാണ് നോക്കുന്നത്. ഡൈവോഴ്സ് അല്ലാത്തതാണ് അധികവും നോക്കുന്നത്. ആദ്യ വിവാഹമാണ് നോക്കണത് അല്ലേ? അങ്ങനെയാണോ? എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ വരും. ആദ്യത്തെയാണ് നോക്കണത്. ആദ്യത്തെയാണ് നോക്കണത്. ഓക്കെ. അപ്പൊ എത്ര വയസ്സ് വരെയുള്ളവരെയാണ് നോക്കണേ? ഞങ്ങളിപ്പോ എന്റെ മക്ക് 40 42 43 44 വരെയൊക്കെ പോകും. ഓക്കെ. 44 വയസ്സ് വരെയുള്ളവരെയാണ് നോക്കുന്നത്. നമ്മൾ എന്താണ് ജാതി? ഞങ്ങൾ നായന്മാരാണ്. ഞങ്ങൾ ജാതകമൊക്കെ നോക്കുന്നവരാണ്. അപ്പൊ നമുക്ക് നായർ കാസ്റ്റ് മാത്രമാണോ? ഓക്കെ മാഡം. നമ്മൾ ഈ നായർ കാസ്റ്റ് മാത്രമാണോ നോക്കണേ, അത് അതിന്റെ മുകളിലേക്കുള്ള ജാതി നോക്കോ? അപ്പൊ നമുക്ക് അത്രയും വിദ്യാഭ്യാസമുള്ള ഒരാളും നമുക്ക് ഫസ്റ്റ് മാരേജ് ആയിട്ടുള്ളത് അപ്പൊ നായർ കാസ്റ്റിൽ മാത്രമാണുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇപ്പൊ സ്ഥലം മലപ്പുറം ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മലപ്പുറം നിലമ്പൂരാണ്. ഞങ്ങള് ഗൾഫ് അങ്ങനത്തേനൊന്നും താല്പര്യം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പോവാൻ താല്പര്യമല്ല. ഇവിടെ ജോലി കളഞ്ഞു പോവാനൊന്നും താല്പര്യമില്ല. അപ്പൊ നമുക്ക് ഈ മലപ്പുറം ഭാഗം മാത്രമാണോ നോക്കണേ? മലപ്പുറം ഭാഗം മാത്രമാണോ നോക്കണേ? അത് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി കോഴിക്കോട് ഭാഗം മാത്രമല്ല, കോഴിക്കോട് അലിഗഡ് പോവാനും ഒക്കെ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ അതാവുമല്ലോ നല്ലത്. ഓക്കെ. മെയിൻ ആയിട്ട് ആളിവിടെ നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലേ? അങ്ങനെ നിൽക്കുന്നവരാണെങ്കിൽ ഏറെ സൗകര്യം. പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ വന്ന് പോവാൻ ശ്രദ്ധിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിലും സൗകര്യം. ഓക്കെ. അങ്ങനെ പേരെന്താ പറയൂ? ദിവ്യ. ദിവ്യ. ശരി എന്നാ കേട്ടോ. ഓക്കെ. താങ്ക് യു മാഡം. ശരി.